ഇന്ന് ഈ മനോഹര സായന്തനത്തിൽ ആർദ്രാഭിരാമം രാമഗാഥകളിലൂടെ എന്ന സ്വപ്ന പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സർവാദരണീയനായ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാനാണ്. പരിചയപ്പെടുത്തലുകൾക്ക് മുതിരുന്നത് അതിസാഹസമെങ്കിലും സഭാസമക്ഷം ആശാന്റെ വ്യക്തിപരിചയം നിർവഹിക്കട്ടെ. അരനൂറ്റാണ്ടിലേറെയായി മലയാളിയുടെ കലാസ്വാദക ഹൃദയത്തിന് ചിരപരിചിതമായ കഥകളിമുഖമേത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: കലാമണ്ഡലം ഗോപിയാശാൻ. അനന്യസാധാരണമായ ഭാവാഭിനയ ചാരുതയാൽ, അനുപമമായ ചലനങ്ങളാൽ, അതുല്യമായ മുദ്രാവിഷ്കാര തികവാൽ പ്രകടന കലയുടെ കുലപതിയായി വിരാജിക്കുന്നു ആശാൻ. പാലക്കാടിന്റെ ഗ്രാമീണ നഭസിലുദിച്ച പൂർണ്ണചന്ദ്രപ്രഭ ഓട്ടംതുള്ളലിലൂടെ കലാലോകത്തേക്ക് ചുവടുവെച്ചു. ശ്രീ കലാമണ്ഡലം പത്മനാഭൻ നായർ, ശ്രീ കലാമണ്ഡലം രാമൻകുട്ടി നായർ, ശ്രീ കൃഷ്ണൻകുട്ടി വാര്യർ, ശ്രീ തേക്കിൻകാട്ട് രാവുണ്ണി നായർ തുടങ്ങിയ അതുല്യ പ്രതിഭകൾ ഊതിക്കാച്ചിയെടുത്ത പ്രതിഭാവിലാസം. പ്രതിഭകളുടെ സംഗമഭൂമികയായ കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടി അവിടെ തന്നെ പരിശീലകനായി അദ്ദേഹം. എല്ലാ കഥകളി വേഷവും ഒന്നിനൊന്ന് ഇണങ്ങുന്ന അഭിനയ ചക്രവർത്തിയുടെ പച്ചവേഷങ്ങളിൽ പക്ഷേ ദൈവികമായ നിഗൂഢത ഒളിഞ്ഞിരുന്നുവത്രേ. ഭീമനും നളനും അർജുനനുമെല്ലാം ഇതിഹാസങ്ങളിൽ നിന്നിറങ്ങി വന്ന് ആശാനിൽ പരകായ പ്രവേശം നടത്തി ആസ്വാദക ഹൃദയങ്ങളോട് സംവദിച്ചു. നാട്യധർമ്മിയും ലോകധർമ്മിയും ഒത്തിണങ്ങുന്ന കലയാണ് കഥകളിയെന്ന് ആസ്വാദകരെ പഠിപ്പിച്ച ആചാര്യ ശ്രേഷ്ഠന്റെ കലാജീവിതത്തിൽ സിനിമയുടെ വെള്ളിവെളിച്ചവും പാറി വീണു. ഭാരതത്തിന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകിയാണ് രാജ്യം ഈ കലാകാരനെ ആദരിച്ചത്. ശ്രേഷ്ഠമായ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന് നിറശോഭ നൽകി. കല തന്നെ ജീവിതമെന്ന ആത്മസമർപ്പണം. പ്രണാമപൂർവം ക്ഷണിക്കുകയാണ് ദീപപ്രജ്വാലനത്തോടെ ആർദ്രാഭിരാമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാന്.